അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ്. തഅല്ലമു സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കണമെന്നാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിളിച്ച പേരാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നത്. മറ്റുള്ള ഹദീസുകളെ പോലെയല്ല, വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു ഹദീസാണ് ഇത്. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഒരാൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മിനൻ നഹാരി, പകലിൽ ചൊല്ലിയാൽ, അങ്ങനെ എങ്ങനെ ചൊല്ലണം? മൂഖിനുൻ ബിഹ, അവൻ അതിൽ ദൃഢനിശ്ചയത്തോടുകൂടി, ഉറപ്പോടുകൂടി, ബോധ്യത്തോടുകൂടി അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ, ഫമാത്ത, അങ്ങനെ അവൻ അന്നേ ദിവസം മരിക്കുകയും ചെയ്താൽ, ഫമാത്ത ഫി യൗമിഹി, അങ്ങനെ അവൻ മരിക്കുകയും ചെയ്താൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവരാണ്. ഈ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 10ഓളം ശ്രേഷ്ഠതകൾ ഈ പ്രാർത്ഥനയുടേതായി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവസാനമായി വിശദീകരിക്കാം. നമുക്കിതിൻ്റെ ആശയത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഈ ആശയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു പ്രയോഗമാണ്, രാവിലെ ഒരാൾ ഇത് കൃത്യമായി ചൊല്ലിയാൽ, അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ ചൊല്ലിയാൽ, വൈകുന്നേരമാകുമ്പോഴേക്കും മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗാവകാശിയാണ്. തിരിച്ച് വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ ആകുമ്പോഴേക്കും മരണപ്പെടുകയാണെങ്കിൽ അയാൾ സ്വർഗാവകാശിയാണ്. ഈ ഹദീസ് മനസ്സിൽ വെച്ചിട്ട് വേണം എപ്പോഴും ഈ പ്രാർത്ഥന നാം ചൊല്ലുവാനെന്ന് ആമുഖമായി ഉറപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ്, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ് എന്നാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ ഇവിടെ വിശദീകരിക്കുകയാണ്. റുബൂബിയ്യത്ത്, അള്ളയാണ് സൃഷ്ടാവ്, അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, അള്ളയാണ് എൻ്റെ സൃഷ്ടാവ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഇലാഹില്ല, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവെ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുന്നുള്ളൂ എന്ന് ഒന്നുകൂടി പ്രഖ്യാപിക്കുകയാണ്. കാരണം നീയാണ് എൻ്റെ റബ്ബ്. ഖലഖ്ത, നീ സൃഷ്ടിച്ചവനാണ്. നീ എന്നെ, ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, നീ എന്നെ സൃഷ്ടിച്ചവനാണ്. ഞാൻ സൃഷ്ടാവല്ല, ഞാൻ സൃഷ്ടിയാണ്. നീയാണ് എൻ്റെ സൃഷ്ടാവ്. ലം യകുൻ ഷൈഅൻ മദ്കൂറ എന്ന് സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞതുപോലെ, ഞാൻ ഒന്നുമല്ലായിരുന്നു, ഒന്നുമല്ലാതിരുന്ന ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത് അള്ളാഹുവെ നിൻ്റെ ഔദാര്യം മാത്രമാണ്. വഅന അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാണ്. ഒരു മനുഷ്യന് ഇതിൻ്റെ അപ്പുറം ദുർബലത കാണിക്കുവാനുള്ള വേറൊരു പ്രയോഗമില്ല. താഴ്മ പ്രകടിപ്പിക്കാൻ, വിനയം പ്രകടിപ്പിക്കാൻ, ലാളിത്യം പ്രകടിപ്പിക്കാൻ അടിമ എന്നതിനേക്കാൾ വലിയ ഒരു പ്രയോഗം വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വ അന അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാണ്. വ അന അല അഹ്ദിക, അതേപോലെ തന്നെ നിന്നോടുള്ള കരാറിന്മേലാണ് ഞാനുള്ളത് എന്നാണ്. ആ കരാറിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വഅദിക, അതേപോലെ നീ ചെയ്ത വാഗ്ദത്തമുണ്ടല്ലോ, അത് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ഞാൻ. അപ്പോൾ വാഗ്ദത്തം പൂർത്തീകരിക്കുമെന്നും കരാർ പൂർത്തീകരിക്കുമെന്നുമുള്ള ആ പ്രതീക്ഷയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. മസ്തതഅതു, എനിക്ക് കഴിയുന്നത്ര, എനിക്ക് സാധ്യമാകുന്നത്ര ഞാൻ വഅദിലും അഹദിലുമായിട്ടാണ് റബ്ബെ ഉള്ളത് എന്നാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, അഊദു ബിക മിൻ ശർരി മാ സനഅതു. അതിൻ്റെ ഇടയിൽ എന്താണ് കരാർ എന്നുള്ളത്? എന്താണ് കരാർ? നമുക്കറിയാം, നിസ്കാരത്തിൽ നാം പറയുന്ന ഒരു പ്രയോഗമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതൊരടിമ പറഞ്ഞാൽ അള്ളാഹു പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി, എൻ്റെയും എൻ്റെ ഈ അടിമയുടെയും ഇടയിലുള്ള കരാർ പൂർത്തീകരണമാണിത് എന്ന് അള്ളാഹു വിളിച്ച് പറയുമെന്നാണ്. ഇയ്യാക നഅ്ബുദു, ഇതാണ് കരാർ. അള്ളാഹുവേ, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് എൻ്റെ ഇസ്തിആനത്ത്, സഹായതേട്ടമുള്ളത്. ഇതാണ് നമ്മുടെ കരാർ എന്നുള്ളത്. അപ്പോൾ വ അന അല അഹ്ദിക വ വഅദിക മസ്തതഅതു, വ അന അല അഹ്ദിക, ഞാൻ നിന്നോടുള്ള കരാറിന്മേലാണ് എന്ന് പറയുമ്പോൾ ആ കരാർ എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. അത് പറയുമ്പോഴാണ് അള്ളാഹു പ്രഖ്യാപിക്കുക, ഇവനും ഞാനും തമ്മിൽ ഒരു കരാറിലാണ് എന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ വ അന അബ്ദുക വ അന അല അഹ്ദിക വ വഅദിക മസ്തതഅതു. പിന്നെയാണ്
അഊദു ബിക മിൻ ശർരി മാ സനഅതു. ഞാൻ ചെയ്തു പോകുന്ന ഷർറിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. അഊദു ബിക, അഊദു ബില്ലാഹി, അഊദു ബി റബ്ബിൽ ഫലഖ്. ഞാൻ അഭയം തേടുന്നു ബിക, നിന്നോട്, മിൻ ഷർരി, എല്ലാ ഷർറിൽ നിന്നും. ഏതാണ് ആ ഷർറ്? മാ സനഅതു, ഞാൻ ചെയ്തു പോകുന്ന, ഞാൻ പ്രവർത്തിക്കുന്ന ഷർറിൽ നിന്നും എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആശയം? ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഭൗതികമായ ഷർറുണ്ടാവും, പാരത്രികമായ ഷർറുണ്ടാവും. പാരത്രികമായ ഷർറ് എന്താണെന്ന് വിശദീകരിക്കേണ്ടതില്ല. ഭൗതികമായി ഒരുപാട് ഷർറുകൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ്. സാമ്പത്തിക നഷ്ടം വരാം, അഭിമാന പ്രശ്നം വരാം, ശാരീരിക പ്രശ്നം വരാം, ടെൻഷൻ ഉണ്ടാവാം, ഒരുപാട് നാം വിശദീകരിക്കുന്നതിനപ്പുറത്ത് ഒരുപാട് ഷർറുണ്ടാവും. അതേപോലെ തിന്മകൾക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ പറ്റും, തിന്മകൾക്ക് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്ന വിഷയം. അഊദു ബിക മിൻ ശർരി മാ സനഅതു. അതിനുശേഷം പറഞ്ഞത് അബൂഉ ലക ബിനിഅമതിക അലയ്യ, അബൂഉ ലക ബിനിഅമതിക അലയ്യ. അബൂഉ, ഞാൻ ഏറ്റുപറയുന്നു എന്നാണ്, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു എന്നാണ്. എന്താണ്? ബിനിഅമതിക, നീ എനിക്ക് തന്ന, അലയ്യ ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു എനിക്ക് ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. സമ്പത്തിൽ, ശരീരത്തിൽ, ആരോഗ്യത്തിൽ, ഇങ്ങനെ എൻ്റെ ഹിദായത്തിൽ, എൻ്റെ ദീനിൽ, ഇതൊക്കെ ഞാൻ നിന്നോട് തന്നെ ഏറ്റുപറയണം. അതിൽ എനിക്ക് അഹങ്കരിക്കാൻ ഒരു വകുപ്പില്ല. എല്ലാം നീ എനിക്ക് തന്ന അനുഗ്രഹമാണ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ. അതോടൊപ്പം ഞാൻ ഏറ്റുപറയുകയാണ്, വ അബൂഉ ലക, നിന്നോട് ഞാൻ ഏറ്റുപറയുകയാണ്, ബി ദംബി, എൻ്റെ തെറ്റുകളെക്കുറിച്ച്. പൊതുവേ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നന്ദി പറയുകയാണ് ചെയ്യുക. പക്ഷെ ഞാനെന്ത് ചെയ്തു പോയി? റബ്ബേ, തെറ്റ് ചെയ്തു പോയി. എനിക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അബൂഉ ലക വ അബൂഉ ലക ബിദംബി, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടാണുള്ളത് എന്നാണ്. ആ തെറ്റ് ചെയ്യാനുള്ള സ്വാഭാവികം ഈ പറച്ചലിൽ അബൂഉ ലക ബിനിഅമതിക അലയ്യ എന്ന് പറയുമ്പോൾ അള്ളാഹുവുമായിട്ടുള്ള സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുന്നു. അബൂഉ ലക ബിദംബി എന്ന് പറയുമ്പോൾ നമുക്കൊന്നുകൂടി താഴ്മയുണ്ടാകുവാൻ സാധ്യതയുണ്ടാകുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഫഗ്ഫിർലി, അതുകൊണ്ട് അള്ളാഹുവെ എനിക്ക് നീ പുറത്തു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ എനിക്ക് പുറത്തു തരാൻ ആരുമില്ല എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുകയും ശേഷം ഫഗ്ഫിർലി എന്ന് പറയുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ തെറ്റ് പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ്. ഇവിടെ ആ ഒരു സ്വഭാവമാണ് സ്വീകരിച്ചത്. അബൂഉ ലക ബിദംബി, അള്ളാഹുവെ ഞാൻ തെറ്റ് ചെയ്തു പോയി, അത് ഏറ്റു പറയുകയാണ്. ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണേ എന്നാണ്. അതോടൊപ്പം തന്നെ ഫഗ്ഫിർലി എന്ന് പറയുമ്പോൾ അള്ളാഹു പറയണ, ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അടിമ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാനല്ലാതെ തെറ്റുകൾ പൊറുക്കാൻ വേറെ ആരുമില്ല എന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ സാധ്യതയുണ്ട് എന്നാണ്. അതിനാൽ സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. എപ്പോഴും നമ്മുടെ ദുർബലതയും നമ്മുടെ പോരായ്മയും റബ്ബിൻ്റെ മുന്നിൽ എടുത്തു പറയുക എന്നുള്ളതാണ്. ഇതുപോലെ അള്ളാഹുവെ, നീയല്ലാതെ തെറ്റ് പുറത്തു തരാൻ ആരുമില്ല, അള്ളാഹു ഞാൻ ചെയ്തു പോയിട്ടുണ്ട് എന്നിങ്ങനെ റബ്ബിനോട് പറയുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ, ഒന്ന് അള്ളാഹുവുമായുള്ള സ്നേഹം നമുക്ക് വർദ്ധിപ്പിക്കും, മറ്റൊന്ന് നമുക്ക് താഴ്മയുണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് മാനസിക പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, അതോടൊപ്പം നമുക്ക് റിസ്ക് വിശാലമാകും, അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, നമുക്ക് ബർക്കത്ത് ലഭിക്കുന്നതായിരിക്കും. ആകാശലോകത്തു നിന്നും അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി തേടും. നമുക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, പാപമോചന വാതിലുകൾ നമുക്ക് തുറക്കപ്പെടും. അതോടൊപ്പം തന്നെ നമുക്ക് തൗഫീഖ് വർദ്ധിക്കും. അതേപോലെ നമ്മുടെ മനസ്സിനെ തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടും. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും. അതോടൊപ്പം ശിക്ഷയിൽ നിന്നുമുള്ള മോചനം നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പാപമോചനം നടത്തുന്നവർക്ക് എന്തൊക്കെ സംരക്ഷണം കിട്ടുമോ അതൊക്കെ നമുക്കും ലഭിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്കുണ്ടാകും. കാരണം യുഹിബ്ബു തവ്വാബീൻ എന്നാണല്ലോ, അള്ളാഹു പശ്ചാത്തപിക്കുന്നവർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാറുമായി നടക്കുന്നവർക്ക് അള്ളാഹു അവരുടെ മനസ്സിന് വിശാലത
കൊടുക്കും. അതോടൊപ്പം തെറ്റുകൾ പുറത്തു കൊടുക്കും. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഇസ്തിഗ്ഫാറുമായി മുന്നോട്ട് നീങ്ങിയാൽ മിൻ കുല്ലി ലയ്യിഖിൻ ഖറജ എന്നാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും അവനെ അള്ളാഹു രക്ഷപ്പെടുത്തും. എന്നിങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ഈ രൂപത്തിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ഫള് ശ്രേഷ്ഠത ആമുഖമായി ഞാൻ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാവരും ഇത് പഠിക്കുക, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്, ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. ഈ പ്രാർത്ഥനയിൽ അവരവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമുക്കതിനുള്ള മാനസിക വിശാലതയും നമുക്കതിനുള്ള കഴിവും അതിനുള്ള ബുദ്ധിയും അതിനുള്ള മനസ്സും അതിനുള്ള വിവേകവും അള്ളാഹു നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.